ഹലോ, വെൽക്കം ടു എഡ്യൂസ്വിൻ. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഗ്രാമർ അല്ല കേട്ടോ പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയൊക്കെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇത്തരം വീഡിയോസിലൂടെ പങ്കുവെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ഹോട്ടലിൽ കയറി എങ്ങനെ ഇംഗ്ലീഷിൽ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ഫുഡ് ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഹായ് കൊടുക്കാം അല്ലേ. ഹലോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. പലപ്പോഴും തിരക്കുള്ള ഹോട്ടലാണെങ്കിൽ അവരെങ്ങനെ പറയും, എത്ര പേരാണ് സാർ, ടേബിൾ ബുക്ക് ചെയ്യാനാണ്, നിങ്ങൾ എത്ര പേരാണെന്ന് ചോദിക്കും. അപ്പോൾ എ ടേബിൾ ഫോർ 2 people. ഇനി നിങ്ങൾ 3 ആളായിട്ടാണ് വരുന്നതെങ്കിൽ എ ടേബിൾ ഫോർ 3 people. സിമ്പിൾ ആണല്ലേ. ഒരു ടേബിൾ വേണം 3 ആൾക്ക്. എ ടേബിൾ ഫോർ 3 people. എ ടേബിൾ ഫോർ 2 people. അങ്ങനെ പറയാം. ഇനി നമുക്ക് ടേബിൾ കിട്ടി. ക്യാൻ ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ക്യാൻ ഐ സിറ്റ് ഹിയർ എന്ന് പറയാം. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. ക്യാൻ ഐ സിറ്റ് ഹിയർ. അങ്ങനെ നമ്മൾ ടേബിളിൽ ഇരുന്നു. ഇനി നമുക്ക് മെനു കാണണം അല്ലേ. ക്യാൻ ഐ സീ ദ മെനു പ്ലീസ്? നമ്മൾ ഈ പ്ലീസ് ആഡ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് പോലെയാണ്. ക്യാൻ ഐ സീ ദ മെനു പ്ലീസ്? ഇനി നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ദം. അവരോട് ചോദിക്കാം, ഡു യു ഹാവ് എ വെജിറ്റേറിയൻ മെനു? ഡു യു ഹാവ് എ വെജിറ്റേറിയൻ മെനു? നിങ്ങൾക്ക് വെജിറ്റേറിയൻ മെനു ഉണ്ടോ? ഒന്നുമില്ലേ, നമുക്ക് മെനു കാർഡ് നോക്കി നമുക്ക് അയച്ചങ്ങ് ഓർഡർ ചെയ്യാം. കുറച്ചുകൂടി ഒരു പൊലൈറ്റ് വേ എന്ന് പറയുന്നത്, നമുക്ക് ഹോട്ടലിലെ വെയിറ്ററുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു റെക്കമെൻഡ് എന്ന് ചോദിക്കാം. വാട്ട് ഡു യു റെക്കമെൻഡ് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ഹോട്ടലിലെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, സജസ്റ്റ് ചെയ്യാനുള്ളത്, വാട്ട് ഡു യു റെക്കമെൻഡ് എന്ന് ചോദിക്കാം. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. അതായത് ഇവിടുത്തെ മറ്റേ കടായി ചിക്കൻ നല്ലതാണ്, പൊട്ടിത്തെറിച്ച ചിക്കൻ നല്ലതാണ്, അങ്ങനെ പലതും പറയും. അപ്പോൾ നമുക്കിനി എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാം, അതിന് പല രീതികളുണ്ട്. ഫസ്റ്റ് വൺ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഡാഷ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ചിക്കൻ ബിരിയാണി. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ചിക്കൻ ബിരിയാണി. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് സാൻഡ്വിച്ച്. ഇനി വേറൊരു രീതിയിൽ സിമ്പിളായി പറയാം, ഐ വിൽ ഹാവ് എ ചിക്കൻ ബർഗർ. ഐ വിൽ ഹാവ് എ മട്ടൻ ബിരിയാണി. ഐ വിൽ ഹാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐ വുഡ് ലൈക്ക് ടു ഹാവ്, എനിക്ക് ഇന്ന സാധനം വേണമെന്ന ആഗ്രഹമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐ വിൽ ഹാവ്, ഞാൻ ഇത് കഴിക്കാം എന്നുള്ള രീതിയിൽ 2 രീതിയിൽ നമുക്ക് പറയാം. ഇനി വേറൊരു രീതിയുണ്ട്. ഈ 2 രീതി മാത്രമല്ല കേട്ടോ, ഇനിയും പല രീതിയിൽ നമുക്ക് പറയാം. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്യാൻ തന്നെ വെച്ചിട്ട് നമുക്ക് പറയാം. നമ്മൾ നേരത്തെയൊക്കെ ക്യാൻ ഐ സീ യുവർ മെനു പ്ലീസ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ? ക്യാൻ ഐ ഗെറ്റ് എ ചിക്കൻ ബിരിയാണി? ക്യാൻ ഐ ഗെറ്റ് എ കോഫി? അങ്ങനെ ക്യാൻ ഐ ഗെറ്റ് എന്നുള്ള രീതിയിലും നമുക്ക് ചോദിക്കാം. ഇതൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 ചിക്കൻ ബിരിയാണി പ്ലീസ്. ഈ പ്ലീസ് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മളുടെ സെൻറ്റൻസസ് എന്താ പറയുക, കുറച്ചുകൂടി പൊളൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 1 മസാല ദോശ പ്ലീസ്, 1 ചിക്കൻ ബിരിയാണി പ്ലീസ്. ഓർഡർ ചെയ്യാൻ പല രീതികളുണ്ട്. അതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മളെങ്ങനെ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മട്ടൻ ബിരിയാണി. അടുത്ത നമ്മളെങ്ങനെ പറഞ്ഞു, അടുത്ത നമ്മൾ പറഞ്ഞു ഐ വിൽ ഹാവ് സം ബിരിയാണി. ഐ വിൽ ഹാവ് എ മീൽസ്. ഇനി അടുത്ത രീതിയാണ് ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ? ക്യാൻ ഐ ഗെറ്റ് എ ചിക്കൻ ബിരിയാണി? അടുത്ത രീതിയാണ് 1 മസാല ദോശ പ്ലീസ്. ഓക്കെ, ഈ ഫുഡിനെ കുറിച്ച് ടേസ്റ്റ് അറിയണം. ഈസ് ഇറ്റ് ടു സ്പൈസി? നല്ല എരിവുണ്ടോ? ഈസ് ഇറ്റ് ടു സ്പൈസി? ഇത് വെജിലെ മെനൂസ് ഒക്കെ കണ്ടാൽ നമുക്കിത് വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇസ് ഇറ്റ് വെജ് ഓർ നോൺ വെജ്? ഇത് വെജ് ആണോ നോൺ വെജ് ആണോ? ഈസ് ഇറ്റ് വെജ് ഓർ നോൺ വെജ്? ഇനി നമുക്ക് കുറച്ച് കൂടുതൽ സോൾട്ട് വേണം. അപ്പോൾ നമുക്ക് പറയാം, എപ്പോഴും നമുക്ക് ഈ ക്യാൻ ഐ ഗെറ്റ് എന്നുള്ളത് ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് സം സോൾട്ട്? ക്യാൻ ഐ ഗെറ്റ് സം സോൾട്ട്? ഇനി കോഫിന് മധുരം പോരാ, ക്യാൻ ഐ ഗെറ്റ് സം ഷുഗർ? ക്യാൻ ഐ ഗെറ്റ് സം ഷുഗർ? കുറച്ച് ഷുഗർ തരുമോ എന്ന്. ഇനി പൊതുവേ ഹോട്ടലുകളിൽ സ്ഥിരമായിട്ട് വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. കുറേ നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്തു നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയമാവും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയമാവും കൊണ്ടുതരാൻ എന്ന് ചോദിക്കാം. ഇനി അതല്ല, എൻ്റെ ഓർഡർ റെഡി ആയോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ. ഇസ് മൈ ഓർഡർ റെഡി? ഈസ് മൈ ഓർഡർ റെഡി? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് പറയുന്നത് എത്ര നേരം എടുക്കും എന്ന് നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ ഓർഡർ റെഡി ആയോ എന്ന് ചോദിക്കാം. ഇസ് മൈ ഓർഡർ റെഡി? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് ബില്ല് കൊടുക്കേണ്ട സമയമാണ്. ക്യാൻ ഐ ഗെറ്റ് ദ ബിൽ പ്ലീസ്? ക്യാൻ ഐ ഗെറ്റ് ദ ബിൽ പ്ലീസ്? ക്യാൻ ഐ ഗെറ്റ് എന്നുള്ളത് നമുക്കൊരു സാധനം വേണമെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് പറയുന്ന രീതിയാണ് ക്യാൻ ഐ ഗെറ്റ് സം
വാട്ടർ പ്ലീസ്, ക്യാൻ ഐ ഗെറ്റ് ദ ബിൽ പ്ലീസ് എന്നുള്ള രീതിയിൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുറം നാട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത്, കേരളം വിട്ട് പുറത്ത് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെയധികം നമുക്ക് കംഫർട്ടബിൾ ആവും. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതേപോലത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വളരെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസും കുറേ സിറ്റുവേഷൻസും ഒക്കെ ആയിട്ട് വരാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ സെൻറ്റൻസുകൾ എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഈസി. 1-2 തവണ നിങ്ങൾ വീട്ടിൽ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി വെരി ഈസി. ആൻഡ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിലും ഇത്തരം കോൺവെർസേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. മറ്റൊരു സിറ്റുവേഷനും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അൻറ്റിൽ ദെൻ സ്റ്റേ ബാക്ക്. ബൈ ബൈ.